രാവിലെ ഒരു 5:30-6 മണിക്കാകുമ്പോഴേക്ക് തന്നെ ഞങ്ങളിവിടെ കൊടൈക്കനാലെത്തി. റൂമിലെത്തി. ഞങ്ങൾക്ക് വെള്ളമൊന്നും അത്ര അങ്ങോട്ട് പിടിക്കണില്ല. സംഭവം നമ്മൾ കേരളം വിട്ട അങ്ങനെയാണല്ലോ, ആദ്യക്ക് പല്ല് തേച്ച് തന്നെ ഛർദ്ദിക്കാൻ വരുന്ന പറഞ്ഞിട്ടാണ് ഒരു ചടപ്പായി. അപ്പം നമ്മൾ കൊടൈക്കനാലെത്തി, ഫ്രഷ് ചെയ്ത് നമ്മൾ ടീയോ കുടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുകയാണ് അല്ലേ? എന്നാൽ ശരി. ഞങ്ങളുടെ 7:30 ടൈം പറഞ്ഞത്. ഞങ്ങൾ കറക്റ്റ് 7:30 പുറപ്പെട്ട് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോയി. അവിടെ തന്നെയായിരുന്നു ഫുഡൊക്കെ ഉള്ളത്. ഫുഡ് ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു, വച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് തന്നെ വിട്ട ഫുഡ് നമുക്ക് പിടിക്കില്ല. പക്ഷേ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നൂഡിൽസ് എനിക്കത്ര പിടിച്ചില്ല, ബാക്കിയുള്ളവർക്ക് അതിനകത്ത് ക്യാപ്സിക്കം എനിക്കത്ര ഇഷ്ടമില്ല. ബാക്കിയുള്ളവർക്ക് ഭയങ്കര ഫുഡൊക്കെ ഇഷ്ടപ്പെട്ട്. ഇഡ്ഡലി എനിക്ക് തീരെ ഇഷ്ടമായില്ല. ദോശയും ചട്ടിണിയും അടിപൊളിയായിരുന്നു. പൂരിയും ബാജിയും അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏതോ ഒരു സൂയിസൈഡ് പോയിന്റ് പോയി. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു ക്യാപ്പും കണ്ണടയും വാങ്ങേണ്ട തിരക്കിലായിരുന്നു. ഏത് വാങ്ങണം എന്ത് വാങ്ങണം എല്ലാം ഇട്ടിട്ടൊരു മൊയ്ന്ത് ലുക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നു. അവസാനം ഞാൻ മേടിച്ചില്ല, എൻ്റെ അടുത്തൊരു ഇതുണ്ടായിരുന്നു. പിന്നെ സിയോൻ ഒന്നങ്ങ് മേടിച്ച്. സിയോൻ ഇഷ്ടത്തിനാണ് മേടിച്ചത്, എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. പിന്നെ അമ്മയ്ക്ക് ആദ്യം ഉള്ളത് തന്നെ കൊടുത്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാപ്പ് മേടിക്കാൻ ഭയങ്കര ഒരു പൂതി ഉണ്ടായിരുന്നു. ആ ക്യാപ്പം മേടിച്ചപ്പം ഒരു സന്തോഷമായി. ഏതെടുത്താലും 100 അങ്ങനെ എന്തോ ആയിരുന്നു കണ്ണടേൻ്റെ വില. പിന്നെ എന്തായാലും അങ്ങനെയല്ലേ നമ്മൾ വാങ്ങുള്ളൂ. പിന്നെ പറയാൻ വിട്ടുപോയി, പിന്നെ ഇവിടെ നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് പിന്നെ അങ്ങോട്ട് നമ്മൾ ടൂറിസ്റ്റ് ബസ്സില്ലായിരുന്നു, അവിടെ തന്നെയുള്ളൊരു ബസ്സിലാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുക. അപ്പോൾ ഒരു ട്രാവലറും ഒരു ബസ്സും ചെറിയൊരു ബസ്സും ആയിരുന്നുള്ളത്. പിന്നെ ഞങ്ങളങ്ങനെ ഒരു സൂയിസൈഡ് പോയിന്റും കൂടി വെറുതെ വിസിറ്റ് ചെയ്ത് പിന്നെ അവയെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നല്ലൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ അവിടെ നിർത്തി. പിന്നെ ഞങ്ങൾ ബസ് ഇറങ്ങുമ്പോഴേ 2 ടെഡി ബിയർ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഗായ്സ് ഞങ്ങൾക്ക് എന്താ കിട്ടി? ഞങ്ങൾക്ക് 2 കുട്ടികളെ കിട്ടി. ഉണ്ടാവുള്ളൂ എന്നാലും വേണ്ടിയില്ല ചേച്ചി. ഞങ്ങൾ 400 സാധനം 300 രൂപയ്ക്കു 280 സാധനം 200 വാങ്ങി. അങ്ങനെ മൊത്തത്തിൽ 500. ഞങ്ങളങ്ങനെ ട്രിപ്പിന് ഒരുമിച്ച് പോകാറില്ല. അപ്പോൾ ഒരുമിച്ച് പർച്ചേസിങ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അപ്പം എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഹാപ്പി തന്നെയായി. പർച്ചേസിങ് ഒന്നും അങ്ങനെ ചെയ്യാറില്ലല്ലോ ഞങ്ങൾ. അങ്ങനെ ഗായ്സ് നമ്മളിപ്പോൾ ഗുണ കേവിലെത്തിയിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം. ഓക്കെ. പുതിയ തൊപ്പി, പുതിയ കണ്ണട, എല്ലാം പുതിയതാണ്. ചേച്ചി കാണിച്ചെടുക്ക്. ചേച്ചിക്കൊന്നുമില്ല. ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള സാധനം ഗുണാകേവേനു. അതിനൊരൊറ്റ ഇത്രയേ ഉള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടതിനെ കൊണ്ട് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പിന്നെ +2 ടീംസൊക്കെ മൊത്തം ഈ സ്ഥലത്ത് കാണാനുള്ള ട്രിപ്പൊക്കെ പോവുക. പിന്നെ ഈ വള്ളികളൊക്കെ കണ്ടിട്ട് ഭയങ്കര പൂതിയായിരുന്നു ഈ സ്ഥലത്ത് എത്തണം, എന്നിട്ട് ഇവിടുന്ന് ഫോട്ടോ എടുക്കണം. പക്ഷേ ഇവിടെ എത്തിയപ്പോഴോ എന്താ തിരക്ക്. മര്യാദയ്ക്ക് ഒരു ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആൾക്കാർ, ടീമായിട്ട് ഫോട്ടോ എടുക്കുന്നതായിരിക്കുമ്പോഴത്തേക്ക് വേറെ ആൾക്കാരൊന്നും കാണാനില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ കയറുമ്പോൾ സ്ലിപ്പാവുക, വീഴാൻ പോവുക. പിന്നെ കുരങ്ങന്മാർ അലസായിരുന്നു ഗായ്സ്. കുരങ്ങന്മാർ മൊത്തം നമ്മളെ ക്യാപ്പ് എടുത്തുണ്ടാവുക, ഷാൾ എടുത്തുണ്ടാവുക, ബാഗ് എടുത്തുണ്ടാവുക, എന്തൊക്കെയോ ആയിരുന്നു അവസ്ഥകൾ. ഞങ്ങൾ 3 ആൾ തന്നെയാണ് പിന്നെ നടന്ന്. അങ്ങനെ ഗായ്സ് നമ്മൾ ഗുണ കേവിൽ എത്തിയിരിക്കുന്നു. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയെ കണ്ട പോലെ തന്നെയുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ച അത്ര ഒന്നുമില്ല ഇവിടെ കാണാൻ. ഇവിടെ ഒന്നുമില്ല മര്യാദ കാണാൻ. എന്താ സംഭവം എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല സ്ഥലം. പേടിച്ച് നിൽക്കുന്ന ഫോട്ടോ. അപ്പം ഗായ്സ് നമ്മൾ ഗുണ കേവ് കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് അറിയില്ല, പോയോക്കാം. ഐ തിങ്ക് മറ്റേ പൈൻ ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഞങ്ങൾ ഗുണാക്കേവ് കയറുമ്പോൾ ചേച്ചീൻ്റെ കയ്യിൽ ഈ സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് എവിടുന്ന് മേടിക്കണം എന്നറിയില്ലേനും. പക്ഷേ ഗുണാക്കേവും തിരിച്ചിറങ്ങുമ്പോൾ ഞങ്ങൾ ഈ പൂവ് കണ്ട് പോയി മേടിച്ചു. 100 അങ്ങനെ എന്തോ ആയിരുന്നു പൈസ. അവിടുന്ന് പൂവൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ പൈൻ ഫോറസ്റ്റ് തന്നെയായിരുന്നു. അവിടെ പോയിട്ട് പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. എല്ലായിടത്തും ഞങ്ങൾ 10 മിനിറ്റ് നിന്നിട്ടുള്ളൂ. ഇതും എനിക്ക് ഓക്കെ ആണ്. ഈ പ്ലേസും എനിക്ക് അത്ര അതിന് എൻജോയ് ചെയ്യാനുള്ള സ്ഥലങ്ങളല്ലല്ലോ ഇതൊന്നും. നമ്മളിപ്പോൾ പൈൻ ഫോറസ്റ്റിലാണുള്ളത്. ബാക്കിലുണ്ടോ ഭയങ്കര തിരക്കാണ്. നമുക്ക് ഊട്ടിപ്പൂവൊക്കെ കിട്ടിയിട്ട് കൊടൈക്കനാൽ വന്നിട്ട് എനിക്കതല്ല വാങ്ങിയത്. ഇനിയിപ്പോൾ നമ്മൾ ചിലപ്പോഴേ എവിടെ പോകുള്ളൂ, ലേക്ക് പോകുള്ളൂ. ലേക്കിലാണ് സൈക്ലിങ്ങും ബോട്ടിങ്ങും ഒക്കെ ഉള്ളത്. ചിലപ്പോൾ അത് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. കുറച്ച് ലേറ്റായിപ്പോയി. പിന്നെ എന്തായാലുള്ള ഇനി മറ്റേ മുന്തിരിത്തോട്ടത്ത് പോയിട്ട് മുന്തിരി കിട്ടുകയാണെങ്കിൽ നമുക്കത് കഴിക്കാം അല്ലേ ചെയ്യോ? ഈ 3 സ്ഥലങ്ങളും കണ്ട് ഞങ്ങൾ നേരെ തിരിച്ച്. പിന്നെ സീറ്റൊന്നും കിട്ടണില്ല ബസ്സിൽ. പിന്നെ ആ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് പിന്നെ അവിടെ പോയി ഞങ്ങൾ വേഗം ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. കാരണം ഇനിയും വൈകുന്നേരം വേറെ സ്ഥലത്ത് പോകുമല്ലോ, അപ്പം ഫോട്ടോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വേഗം ഒരു ബ്ലാക്ക് ഷർട്ട് ഞാനും സിയും എടുത്തിട്ടത്. പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മലയാളീസ് തന്നെയുള്ള ഹോട്ടലിനെ കൊണ്ട് നമ്മൾ അതേ ടേസ്റ്റുള്ള ഫുഡൊക്കെ തന്നെയായിരുന്നു ഇട്ടത്. അപ്പം നമ്മൾ പൈൻ ഫോറസ്റ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ മുന്തിരിത്തോട്ടം, കമ്പം തേനി കമ്പം തേനി. ഇപ്പം
വില്ലേജിൽ കൂടെയാണ് പോകുന്നത്. ഫുൾ കൃഷി റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഫുൾ മലയും കൃഷിയും മറ്റേ കവുങ്ങ് വാഴ പിന്നെന്താണ്ട് എല്ലാം ഫുൾ പാടം. വേറെ പിന്നെ കുറേ ചെറിയ ചെറിയ വീടുകൾ, കുറേ ആട്ടുംകുട്ടികൾ, കുറേ പശുക്കുട്ടികൾ, വേറെ ഒന്നുമില്ലേ അമ്പലം, കുറേ അമ്പലങ്ങൾ. ഇവിടെ വീടിനേക്കാളും വലുപ്പം നമ്മൾ അമ്പലത്തിലാണ്. കുറേ വിജയണ്ണനുണ്ട്. വിജയണ്ണൻ കുറേ വിജയണ്ണ കണ്ടു. പോസ്റ്റർ ഇവിടെ നേരിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കാൻ കാണും. അഥവാ മുന്തിരിത്തോട്ടൊക്കെ സെർച്ച് ചെയ്യില്ല, സെർച്ച് ചെയ്യുന്നില്ല, ഇവിടെ മുന്തിരിത്തോട്ടം വിസിറ്റ് ചെയ്യാൻ വന്നാലും നമുക്കിനി മുന്തിരിത്തോട്ടം കാണാം. ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയതിനെ കൊണ്ട് ഞാൻ നല്ല ഉറങ്ങുമ്പോഴാണ് സുധിയേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞത് സ്ഥലത്തെന്ന്. ഞാൻ വിചാരിച്ചു ഈ ഒരു വളവ് കഴിഞ്ഞാൽ മുന്തിരിത്തോട്ട് എത്തിയെന്ന്. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സ്ഥലത്തെത്തിയത്. പിന്നെ അവിടെ നിന്ന് എണീറ്റതിനെ കൊണ്ട് എന്താ നല്ല കുറേ പ്ലേസ് ഉണ്ട്, കുറേ പാടങ്ങളും കൃഷികളും അങ്ങനെ കുറേ സാധനങ്ങൾ ഞങ്ങൾ കാണാൻ പറ്റി. നമ്മളെടുത്തി മുന്തിരിത്തോട്ടത്തിലെത്തി. ഇവിടെ നിറച്ചു ആൾക്കാരാണ്. മുന്തിരിത്തോട്ടത്ത് പോയതും ഞാൻ വിചാരിച്ചത്ര പേർക്ക് ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇന്ന് പോയ സ്ഥലങ്ങളൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാത്തൊരു സ്ഥലങ്ങളായിരുന്നു. അങ്ങനെ നമ്മൾ മുന്തിരിത്തോട്ടമൊക്കെ കണ്ട് കുതിര ബൈക്കിൽ വരുന്നുണ്ട്. മുന്തിരി ഒന്നും പറിക്കാൻ പറ്റില്ല. മുന്തിരി ജ്യൂസ് ഫ്രഷ് ആയിട്ട് കുടിക്കാമെന്ന് വെച്ചിട്ട് മുന്തിരി ജ്യൂസിനാകെ 2 ഗ്ലാസ്സേ ബാക്കിയുള്ളൂ. അതിനെക്കൊണ്ട് മുന്തിരി ജ്യൂസും കുടിക്കാൻ പറ്റിയില്ല. ഇനി നമുക്ക് ടീ കുടിക്കാം. ഓക്കെ. കുതിരയൊന്നും പറയാണ്ട് ബൈക്കിൽ ഓടി വരുന്നതിൻ്റെ ഒരു റിയാക്ഷനാണ് എൻ്റെ തൊട്ട് മുന്നേ കണ്ടത്. ചേച്ചിയും അമ്മ എന്നെ വിട്ടങ്ങ് ഓടി. പിന്നെ ഞങ്ങൾ വേഗം ബസ്സിൽ കയറി. ഞങ്ങൾക്ക് ചായ കുടിക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ചായ കുടിക്കാൻ പോകുമ്പോഴത്തേ വണ്ടി എടുക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾ വേഗം അങ്ങോട്ട് പോയി നോക്കും. പിന്നെ ഞങ്ങളെല്ലായിടത്തും 3G ആവലായിരുന്നു. പിന്നെ 1 മിനിറ്റ് എൻ്റെ വണ്ടി എടുത്തത്. പിന്നെ ഞങ്ങൾ വേഗം ചുരമൊക്കെ ഇറങ്ങി. കുറേ ഇരുട് മഴ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ വേഗം റിസോർട്ടിലൊക്കെ എത്തി. അപ്പം ഗായ്സ് നമ്മൾ റിസോർട്ടിലെത്തി. ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ പൂളിൽ കയറി കുളിക്കാനാണ് പറയുന്നത്. ഭയങ്കര തണുപ്പാണ്. തണുത്തിട്ട് പോയി. ഞങ്ങൾ ഔട്ട്ഫിറ്റ് നോക്കൂ. തണുത്തിട്ട് പോയി. ഇനി പൂൾ 8:15 തുറക്കൂ. ഇവിടെ നല്ല മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ ഉള്ളത് ഇടുക്കി രാമക്കൽമേടാണ്. രാമക്കൽമേട് സ്ഥലത്തിന് വരുന്നതിനും ബാലൻ പിള്ള സിറ്റി. അപ്പോൾ ഓക്കെ, നമുക്കിനി പൂളിന്ന് കാണാം. റിസോർട്ടും റൂമും ഒക്കെ അടിപൊളി തന്നെയായിരുന്നു. പിന്നെ പൂളിന് ഇനി 8:15 ഞങ്ങളവിടെ ഒരു 7 മണിക്കാകുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത്. നല്ല തണുപ്പായിരുന്നു. പിന്നെ ക്ലോറിൻ വെള്ളമായിരുന്നു. ഞാൻ പിന്നെ തലയിലാക്കാൻ നിന്നിട്ടില്ല. പിന്നെ ആ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുറച്ച് നീന്തലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിപ്പം പൂളിലൊക്കെ പോയി കുളിച്ച് റെഡിയായി ഫുഡ് കഴിക്കാൻ പോവാണ്. 9:30 ഇപ്പോഴാണ് ഫുഡ് കിട്ടുന്നത്. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങണം. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി. ഫുഡ് എന്തായിരുന്നു അന്ന് പൊറാട്ടയും ചിക്കൻ കറിയും. പൊറാട്ടയും ചിക്കൻ കറിയും ഒക്കെ ആയിരുന്നു ഫുഡ്. ഇതാണ് ഞങ്ങൾ എന്താ ഡ്രൈവർ ജുനൈദ്. പൊറാട്ടയും ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ചിക്കൻ കറി എന്തോ ഒരു നമ്മളെ ടേസ്റ്റ് വരില്ലല്ലോ. പക്ഷെ പൊറാട്ടയൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ സർപ്രൈസ് ആയിട്ട് പറഞ്ഞത് ക്യാമ്പ് ഫയർ ഉണ്ട്, ഒരു കുന്നിൻ്റെ മുകളിൽ പോകണമെന്ന്. ഭാഗ്യത്തിന് ഞാൻ സെറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ RKM എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ, രാമക്കൽമേട്. ഞങ്ങൾ കൊടൈക്കനാലൊക്കെ കഴിഞ്ഞ് ഇടുക്കി ജില്ലയിൽ രാമക്കൽമേട് എത്തിയിട്ടോ. അത് പിന്നെ പറയാൻ മറന്നേ. പിന്നെ ഞങ്ങളതപ്പോൾ നമ്മൾ എവിടേക്കാ പോന്നേ? ക്യാമ്പ് ഫയറിനെ പോന്നേന്ന് പറ. ക്യാമ്പ് ഫയറിനാണ് പോകുന്നത് ഞങ്ങൾ. ഞങ്ങളുടെ ക്യാമ്പ് ഫയറും കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ക്യാമ്പ് ഫയർ മൂഞ്ചിപ്പോയി. അതെ, ക്യാമ്പ് ഫയർ 3G ഗൈസ്. ക്യാമ്പ് ഫയർ നടന്നില്ല. കാറ്റുകൊണ്ട് ഞങ്ങൾക്ക് അതങ്ങോട്ട് കത്തുന്നില്ല.
ആകെ 5 വിറകും ഉള്ളു. പിന്നെ മൊത്തം ഡീസൽ വെച്ചാ കത്തിച്ചത്. ഡീസൽ തീർന്നപ്പോൾ പിന്നെ സ്പീക്കറിൽ കുറച്ച് പാട്ട് ഡാൻസ് അങ്ങനെ വെച്ചിങ്ങ് പോകാം. ഇനിയിപ്പോൾ നാളത്തെ DJക്ക് പിടിക്കാം. ഞാൻ നടക്കുകയാണെങ്കിൽ ചളിയിൽ വല്ലതും വീഴും ഞങ്ങൾ.